എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിടയി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ടെല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ്. ഓക്കെ. ടൈല് വാടാ കൂട്ടാ. ഫസ്റ്റ് കിഴി. എന്നാ സെക്കൻഡ് കിഴി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. ഉള്ളൊഴുക്ക്. ഓ, അതൊരു ഉള്ളൊഴുക്ക് തന്നെ കേട്ടോ. ഉള്ളൊഴുക്ക് സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ. സത്യത്തിൽ അതിൻ്റെ പേരുണ്ടല്ലോ, ഉള്ളൊഴുക്ക്. അത് അത്രയും ഗംഭീര ആപ്റ്റായിട്ടുള്ളൊരു പേരില്ലേ. നമുക്കത് സിനിമ കാണാതെ തന്നെ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാണ് എന്ത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള പേരാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, ഉള്ളൊഴുക്ക് എന്നുള്ളത്. അതും ഉർവശിയും പാർവതിയും തകർത്തിട്ടുണ്ട് സംഭവം. ട്രെയിലറിൽ നമുക്ക് ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുമല്ല അതിന്റെ കണ്ടന്റ് തന്നെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് തോന്നുന്നു. എന്തായാലും ഫ്ലഡുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ വെള്ളപ്പൊക്കമല്ല, എന്നാൽ നിർത്താതെ മഴ പെയ്ത് ചിലയിടങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം നിൽക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് ചില രഹസ്യങ്ങൾ, കാര്യങ്ങൾ, പിന്നെ ഉള്ളൊഴുക്ക്, അതായത് ചില വ്യക്തികളുടെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രം നമ്മുടെ പാർവതി പിന്നെ ഉർവശി, ഇവരുടെ നെഞ്ചിൻ്റെ വേദന നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. ഭയങ്കരമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സാധനം. അത് നല്ല അടിപൊളി ട്രെയിലറാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാത്തത് നമുക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. എന്തായാലും ക്രിസ്റ്റോ ടോമിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആളുടെ അറിയാലോ, സൈനൈഡ് ആൻഡ് കറി അല്ലേ, കറി ആൻഡ് സൈനൈഡ്. അത് തന്നെ ധാരാളം. അതൊരു ഡോക്യുമെന്ററി മൂവിയാണ്. ഒരു ഡോക്യുമെന്ററി ഇത്രയും ഫീലോടെ കണ്ട മറ്റൊരു സാധനമല്ല. സത്യമായിട്ട് ആ ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയതാണ് ഇത് സിനിമയാക്കി എടുത്തുകൂടായിരുന്നു എന്നുള്ളത്. അത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. യെസ്. അടുത്തത് പാതിരാത്രി. ഓക്കെ. ഒരു അടുത്ത പോലീസ് സ്റ്റോറി കൂടി വരാൻ പോവുകയാണ്. നമ്മുടെ രതീനയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പുഴു എന്ന സിനിമയ്ക്ക് ശേഷം രതീന ഒരുക്കുന്ന സിനിമയാണ്. നവ്യ നായർ, സൗബിൻ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ സബരീഷുണ്ട്, സണ്ണി വേനുണ്ട്, ആൻ അഗസ്റ്റിനുണ്ട്. ഓക്കെ. ഒരൊറ്റ രാത്രി 2 കോപ്പ് എന്നാണ് പറയുന്നത്. ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കാം അല്ലേ. എന്തായാലും പോലീസ് സ്റ്റോറികൾ കൊണ്ടൊരു ഏറും തല്ലാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇഷ്ടം പോലെ. അതെ. എന്തായാലും അടുത്ത കിഴി. കണ്ണൂർ സ്കോഡിന് ശേഷമല്ലേ ഇത് വന്നത്? ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് കണ്ണൂർ സ്കോഡിന് ശേഷം. ഓക്കെ. ശരിപ്പോവത് ശനിവാരം. നാനി, നാച്ചുറൽ സ്റ്റാർ നാനി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ജൂൺ 15 ജേക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. വെയിറ്റിംഗിലാണ്. പാൻ ഇന്ത്യൻ മൂവിയാണ്. 5 ഭാഷകളിൽ സിനിമ വരുന്നുണ്ട്. ഓക്കെ. അടുത്ത കിഴി രായൻ. ധനുഷ് സംവിധാനം ചെയ്യുന്ന രായൻ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. 26 ജൂലൈ 26. ധനുഷിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ദിവസം സിനിമ റിലീസ് ചെയ്യുന്നു. അതും ആളുടെ ഡയറക്ഷനിൽ. നന്നായിട്ട് ആവട്ടെ, നല്ല സിനിമയാവട്ടെ. ഒരുപാട് പ്രതീക്ഷ ഉണ്ട്, കാരണം ആളുടെ ലുക്കും കാര്യങ്ങളും പിന്നെ ടീമും. അടുത്തത് ബോയ്ഗൻ വില്ല. ഓക്കെ. സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബൊഗൈൻ അല്ലേ? ബൊഗൈൻ. സോറി, ഞാൻ ബോയ്ഗൻ എന്നല്ലേ പറഞ്ഞു, ബൊഗൈൻ വില്ല എന്നാട്ടോ. സോറി. സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ലജോ ജോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റൂത്തിന്റെ ലോകം എന്ന മറ്റേ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി അല്ല ഇത് പുതിയൊരു സ്റ്റോറി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സംഭവം അങ്ങനെ ആയിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നീരത്. ഇങ്ങനത്തെ റൂത്തിന്റെ ലോകം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് രണ്ടുപേരും കൂടിയാണ്, നീരതും ലജോ ജോസും. പക്ഷെ ആള് തന്നെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുതിയൊരു കഥ പ്രതീക്ഷിക്കാം. ഓക്കെ. അടുത്ത കിഴി ആക്ഷൻ ഹീറോ ബിജു 2. രണ്ടാമതൊരു വരവേ വരുന്നുണ്ട് ബിജു. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതാണ്. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ ഓഗസ്റ്റ് മിഡോടെ തുടങ്ങും എന്നുള്ളതാണ് നമ്മുടെ നിവിൻ പോളി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് വേഷമൊക്കെ ഇടണമല്ലോ, അപ്പോൾ അതിനുള്ള പണി എടുക്കണം. പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. ആ പണി അങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുക. അതായത് ആ പണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ആക്കാൻ വേറൊരു പണി എടുക്കാൻ നിൽക്കരുത്. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആക്കാം, അതായത് സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ ആക്കാം, അതിനുശേഷം വീണ്ടും പഴയ പോലെ ആകാം. അങ്ങനത്തെ ആ ഒരു വൈബ് ഉള്ളിലേക്ക് വരട്ടെ. എന്താണ് ഒറ്റയ്ക്ക് വന്നവനല്ലേ നീ? ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ, ഞങ്ങൾ കളിയാക്കുന്നോടാ, പട്ടികളെ. ആ പട്ടികൾ ഞങ്ങളാണ്, കളിയാക്കും ഞങ്ങള്.
അത് നന്നാവുന്നത് വരെ തീർച്ചയായിട്ടും അതിനകത്ത് വിഷമം തോന്നരുത്. നമുക്ക് നിങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങിയ കാലം മുതലുള്ള ഒരു സംഭവം ഉണ്ട്, അത് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ആ ശരീരം കൊണ്ട് ആൾക്ക് ഇപ്പൊ കോമഡി ഇപ്പൊ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ അല്ലേ, അതിൽ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അതെപ്പോഴാ ആള് കുറച്ച് മെലിഞ്ഞ ഒരു സമയത്ത് തടിച്ച സമയമുണ്ട്, അതായത് ആള് വിദേശത്തേക്ക് പോകുന്നതിന് മുൻപുള്ള ആ സമയത്ത് ആൾക്ക് പറ്റുന്നില്ല. അത് ശരീരം തന്നെയാണ് ആളുടെ പ്രശ്നം. ആള് കടന്ന് ബുദ്ധിമുട്ടാണ് കോമഡിയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇരുന്ന് പറയണ കേട്ടോ, അല്ലാണ്ട് വേറെ. അടുത്തത് ജിത്തു മാധവൻ നെക്സ്റ്റ് മൂവി. അടിപൊളി സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്താണ് സജിൻ ഗോപു എന്ന് പറയാൻ പറ്റുന്നത്. സജിൻ ഗോപു അനശ്വരയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഫഫയും പിന്നെ ജിത്തു മാധവൻ തന്നെയാണ് കേട്ടോ. എന്തായാലും സിനിമയുടെ പേരെന്താന്ന് ഞങ്ങൾക്ക് അറിയാം, പറയില്ല. അക്ഷരം ഫസ്റ്റ് അക്ഷരം പറയാം. വേണ്ട അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾ വരുമ്പോ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി പായാണോ പയ്യാണോ. രണ്ടും വായിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത കീഴി മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് സിനിമയിൽ കുറേ കുട്ടികളെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും ഞാനെടുത്ത് വായിക്കാൻ പോവാ. അയ്യോ, കുറച്ച് കുട്ടികള് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. 4 പേര് ഇതുവരെ ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റയാൻ കൈമൾ ആട്ടോ ഒരാള്. മറ്റേ ആള് നമ്മുടെ ഹാത്തിം എം. ഓക്കെ. പിന്നെ അഹിൽ അസ്ലൻ. ഓക്കെ. പിന്നെ മറ്റൊരാള് റൈസ റാസിഖ്. ഓക്കെ. ഇത്രയും പേരാണ് ഓൺ ബോർഡ് ആയിട്ടുള്ളത്. 4 പേര്. അപ്പോൾ കുറേ കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും വേറെ ചെറുപ്പം കാണിക്കുന്ന ആ സംഭവത്തിലേക്ക് തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ ഇത്രയും കാസ്റ്റിംഗ് എന്തായാലും വരില്ല. 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും അറിയില്ല കേട്ടോ. നോക്കാം. അടുത്തത് ഗഗനാചാരി. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ 21. സിനിമ തിയേറ്ററുകളിലെത്തും. അറിയാലോ അന്യഗ്രഹ ജീവി, നമ്മുടെ സ്വന്തം അനാർക്കലി മരിക്കാർ. ആളിതിൽ ഏലിയനായിട്ടാണ് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. നോക്കാം. ഓക്കെ, അടുത്ത കിഴി BB4. ഓക്കെ. ബിഗ് ബോസ് 4 അല്ല കേട്ടോ. നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന സിനിമ. അതായത് ആരായിരുന്നു? ബയോപതി ശ്രീനു ആള് സംവിധാനം ചെയ്യുന്ന സിനിമ. അതായത് നമ്മുടെ അഖണ്ഡ സിനിമന്റെ സംവിധായകൻ. അഖണ്ഡ എന്ന് പറയുമ്പോ ഇപ്പം കുറച്ച് ഭയങ്കര വൈബായി വന്നിട്ടുണ്ട്. അത് ഇറങ്ങിയപ്പോ നല്ല വൈബായിരുന്നു. ഓക്കെ, അടുത്തത് ഞാൻ എടുത്തു വെക്കട്ടെ. നീ ഇങ്ങനെ മുന്നേ കയറി എടുക്കുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ എടുത്തതിന് ശേഷം എടുത്തത്. സൂര്യ 44 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ ആൻഡമാൻ. കാർത്തിക് സുബ്രാജ് പടം. ധാരാളല്ലേ, ആ പേര് തന്നെ ധാരാളം അല്ലേ. കാഞ്ചന 4. ഓക്കെ. ലോറൻസിന്റെ നായികയായിട്ട് നമ്മുടെ മൃണാൾ താക്കൂർ വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വരട്ടെ. മൃണാൾ താക്കൂർ സെലക്ഷൻ ചെറുതായിട്ട് പാടുന്നുണ്ടോ? അല്ല, പടം കാഞ്ചന 4 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അതൊക്കെ ആദ്യം നല്ലതായിരുന്നു, പിന്നീട് കൈവിട്ട കളികളാണ്. അതൊരു സത്യമാണെങ്കിൽ പോലും കാഞ്ചന എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴേ. അടുത്തത് എന്തായാലും ആളുടെ മറ്റേ പടം അടിപൊളിയായിരുന്നു, ഫാമിലി സ്റ്റാർ. പക്ഷെ ആള് സൂപ്പർ ആയിരുന്നു, അത് വേറെ കാര്യം. ഇച്ചുണ്ടതി അങ്ങനേട്ടന്റെ അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. കറക്റ്റാ. സിനിമയില് നസ്ലൻ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് അജിത്തിന്റെ മകനായിട്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത്. നമ്മളിത് പറഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കാരണം അജിത്തിന്റെ മകനായിട്ട് വന്നാൽ സൂപ്പർ ആവുന്നു, കറക്റ്റ് മാച്ചിങ് ആയിരിക്കും എന്നുള്ളത്. അല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണർന്നതാണത്. പിന്നെ തീർച്ചയായിട്ടും സത്യമല്ലേ. അതായത് അജിത്തിന്റെ അതേ രൂപത്തിൽ നമ്മുടെ നസ്ലൻ വലിയ സ്റ്റാറാണ്. അത്യാവശ്യം നല്ല റോള് വരുമ്പോൾ
നസ്ലനെ കൊണ്ടുവരുന്നു, കറക്റ്റ് സെറ്റ്. തീർച്ചയായിട്ടും മാത്രമല്ല ആൾറെഡി അവിടെ പ്രേമിലൊക്കെ ഹിറ്റ്, ഹൈപ്പ് വേറെ നസ്ലനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. അതെ, എന്തായാലും അപ്പോൾ സണ്ണായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കിഴി സ്പിരിറ്റ്, സന്ദീപ് റെഡ്ഡി വാങ്ക അത് ചെയ്യുന്ന പ്രഭാസ് മൂവിയാണ്. സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരാളെ വരുന്നുള്ളൂ, രണ്ടുപേരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അഭിഷേക് ബച്ചൻ. സോറി, ഞാൻ എന്തെങ്കിലും ചിരിക്കുന്നത് അതെന്താ എനിക്കറിയോ? ഞാൻ അങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇരിക്കുന്നുണ്ടല്ലോ. നീ അങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇരിക്കാൻ പഠിക്കണം. ചിരിയൊക്കെ നാളത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലേ പുറത്തുനിന്ന് അല്ലേ, നീ ആക്ടർ പുറത്തരാൻ പോകണം. അഭിഷേക് ബച്ചൻ, വാവ് പോളെ. അതാ പിന്നെയും വന്ന് സഞ്ജയ് ദത്ത്, ഇതിലേതെങ്കിലും ഒരു അടിപൊളി ക്ലീഷേ. സഞ്ജയത്തിനെ കണ്ടുകൊണ്ടും അടുത്ത് ഒരു നല്ല റോള് കൊടുക്കുക ആ ചങ്ങായിക്ക്, പാവം. നല്ലതായിരുന്നു തുടക്കത്തിൽ. ഈ വില്ലൻ വേഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തിലും എടുത്തുകൊണ്ട് പോകും, വില്ലനാക്കും. അങ്ങനെ ചെയ്യല്ലേ, വേറൊന്നും ഇല്ലടോ. അടുത്തത് കൽക്കി. വാവ്, കൽക്കി എന്ന് പറഞ്ഞാണ്ടല്ലോ ത്രില്ലാണ് കേട്ടോ, ത്രില്ലോട് ത്രില്ല്. കൽക്കി സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ വേഫെയർ ഫിലിംസ് ആണ് എടുത്തിരിക്കുന്നത്. DQ. അപ്പൊ DQ കൽക്കിയിൽ ഇല്ലേന്ന് ചോദിച്ചാ ഇങ്ങനെ ഒരു ഭാഗമായിട്ടും വന്നിട്ടുണ്ട് സിനിമയിലും ഉണ്ട്. അതല്ലാണ്ട് ഡിസ്ട്രിബ്യൂഷന്റെ വഴിയിലും ഒരു ഭാഗമാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. DQ ഉണ്ടെന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. DQ ഉണ്ട്, അതാണ് ചിത്രത്തിൽ എന്തായാലും ഉണ്ട് DQ. ഓക്കെ, നല്ല നല്ല തള്ളലാണ്. ഉണ്ടായാൽ മതിയായിരുന്നു, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല, നമ്മള് പറഞ്ഞ എത്ര റൂമേഴ്സ് കറക്റ്റാ കൽക്കിയില്? ശോഭന, അന്നാവൻ ഒക്കെ അല്ല, നമ്മളതിന് റൂമറുകളല്ലല്ലോ പറയാറ്, വളരെ സത്യങ്ങൾ മാത്രം. നമ്മള് സത്യങ്ങൾ മാത്രം വെട്ടി തുറന്ന് പറഞ്ഞു പോകുന്നതാണ്. പറയരുതെന്ന് പറഞ്ഞാലും അറിയാണ്ട് പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ചോദിക്കും പറയരുതെന്ന് നിങ്ങളോട് ആരാ പറയുന്നത്? അങ്ങനെ കമന്റ്സ് തരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ പോവാം. അതെന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.